നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ പ്രീ ഔൺഡ് ലക്ഷറി കാർ ഡീലറായ റോയൽ ഡ്രൈവിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. കൊച്ചിയിലാണ് നിരവധി ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല കോഴിക്കോടും ചില ഒഴിവുകളിലേക്ക് നിയമനം അവർ നടത്തുവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. SSLC, ITI, ഡിപ്ലോമ, BTech, ഡിഗ്രി, MSc, MBA തുടങ്ങിയ യോഗ്യതയുള്ള ആളുകൾക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിൽ റോയൽ ഡ്രൈവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രമുഖ പ്രീ ഔൺഡ് ലക്ഷറി കാർ ഡീലറായ റോയൽ ഡ്രൈവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ കരിയർ പേജിൽ നിന്നുമാണ് നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഹോം പേജ്, റോയൽ ഡ്രൈവിന്റെ ഹോം പേജ്. അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും മുകളിലത്തെ ടാബിലായി ഇവിടെ കരിയേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിരിക്കുക. ഇവിടെയാണ് നിലവിൽ റോയൽ ഡ്രൈവിൽ ഉള്ള ഒഴിവുകളെ കുറിച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഏതെല്ലാം ഒഴിവുകളാണ്, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഓരോ പോസ്റ്റിനും വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഒരുപാട് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ ഒരു വാക്കൻസിയാണ് നിലവിലുള്ളത്. കൊച്ചിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ് സെയിൽസ് മാനേജർ പോസ്റ്റിന് വേണ്ടി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നൽകിയിട്ടുണ്ട് മിനിമം 8 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അതായത് സെയിൽസ് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മിനിമം 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ പറയുന്ന ലക്ഷറി കാർഡ്സ്, അതുപോലെ തന്നെ സെയിൽസ് ടീം ഹാൻഡിൽ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സെയിൽസ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ കസ്റ്റമർ ഹാൻഡ്ലിംഗ്, അതുപോലെ തന്നെ യൂസ്ഡ് ലക്ഷറി കാർ മാർക്കറ്റ് നോളജ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 32 വയസ്സ് മുതൽ 40 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന സെയിൽസ് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ഇനി പിന്നീട് ഇവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, എക്സ്പീരിയൻസ്, എത്ര വർഷമാണ്, എവിടെയാണ് വർക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നൽകിയതിന് ശേഷം നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്ലോഡ് റെസ്യൂം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂം കൂടി ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഓരോ പോസ്റ്റിന്റെ ഡീറ്റെയിൽസിന്റെ നേരെയും അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ റെസ്യൂം എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യത തന്നെയാണ്. കൊച്ചിയിലേക്കാണ് നിയമനം നടത്താൻ പോകുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഭാഗത്ത് നേരത്തെ കാണിച്ചതുപോലെ അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം എക്സ്പീരിയൻസ് 5 വർഷം മുതൽ 8 വർഷം വരെയുള്ള ആളുകൾക്ക്, ഈ പറയുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ 2 വർഷം മുതൽ 4 വർഷം വരെയുള്ള എക്സ്പീരിയൻസ്, ടീം ലീഡർ ആയിട്ടുള്ള 2 വർഷം മുതൽ 4 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 23 വയസ്സ് മുതൽ 35 വയസ്സുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. 2 വർഷം മുതൽ 4 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റെസ്യൂമും നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയ ശേഷം അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു വേക്കൻസി, മൂന്നാമതൊരു വേക്കൻസി നൽകുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ, ഇതിൽ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. കൊച്ചിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത്. 9 ഒഴിവുകളാണ് നിലവിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിന് വേണ്ടി ഉള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒരു ഭാഗത്ത് അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന എക്സ്പീരിയൻസ് പറഞ്ഞാൽ 1 മുതൽ 2 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം 2 തവണ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെസ്യൂം എല്ലാം അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമയോ, അപ്പോൾ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1 വർഷം മുതൽ 2 വർഷം വരെ ഈ പറയുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ലൊക്കേഷൻ കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിലേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. അടുത്ത ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 1 ഒഴിവാണുള്ളത്. ഈ ഒരു പോസ്റ്റിന്റെ ലൊക്കേഷൻ വരുന്ന കൊച്ചി തന്നെയാണ്. അപ്പോൾ അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം. അതായത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് മാത്രം. പക്ഷേ എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ ആവശ്യപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 22 വയസ്സ് മുതൽ 30 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇവർക്ക് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന് എക്സ്പീരിയൻസ് എത്ര വർഷമാണ് ആവശ്യമെന്നുള്ള കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ഒരു വേക്കൻസിയാണ് നിലവിലുള്ള. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പറയുന്ന PGയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൊച്ചിയിലേക്കായിരിക്കും നിയമനം.
അടുത്തൊരു പോസ്റ്റ് റീറ്റെയിൽ ഫൈനാൻസ് ആൻഡ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഒരു വാക്കൻസിയാണ് നിലവിലുള്ളത്. ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് അപേക്ഷിക്കാം. കൊച്ചിയിലേക്കായിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കുക. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിനും ഈ പറയുന്ന റീറ്റെയിൽ ഫൈനാൻസ് ആൻഡ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിനും എക്സ്പീരിയൻസ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. 24 വയസ്സ് മുതൽ 30 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന റീറ്റെയിൽ ഫൈനാൻസ് ആൻഡ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ അത്തരത്തിലാണ് റീറ്റെയിൽ ഫൈനാൻസ് ആൻഡ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് എന്ന പറഞ്ഞ പോസ്റ്റിന് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. അടുത്ത ഡെലിവറി കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇതിനും ഒരു വാക്കൻസിയാണ് നിലവിലുള്ളത്. കൊച്ചിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന ഡെലിവറി കോർഡിനേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു പറയുന്ന അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഏജ് ലിമിറ്റ് 23 വയസ്സ് മുതൽ 30 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഡെലിവറി കോർഡിനേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യം മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടും എക്സ്പീരിയൻസ് ഒന്നും അവർ ആവശ്യപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അതല്ലെങ്കിൽ PG ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഓട്ടോമൊബൈൽ ഫീൽഡിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, മാത്രമേ ഓട്ടോമൊബൈൽ ഫീൽഡിനെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഈ പറയുന്ന ഡെലിവറി കോർഡിനേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഏജ് ലിമിറ്റ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഏജ് ലിമിറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 23 വയസ്സ് മുതൽ 30 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിലാണ് ഡെലിവറി കോർഡിനേറ്റർ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം. അടുത്ത അഡ്മിൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇതും കൊച്ചിയിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന അഡ്മിൻ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 വാക്കൻസിയാണ് നിലവിലുള്ളത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഡ്മിൻ എക്സിക്യൂട്ടീവ് പോസ്റ്റിന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 മുതൽ 3 വർഷം വരെ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ അഡ്മിൻ എക്സിക്യൂട്ടീവ് പോസ്റ്റിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 22 വയസ്സ് മുതൽ 30 വയസ്സിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത പോസ്റ്റ് പർച്ചേസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 2 ഒഴിവുകളാണുള്ളത്. കൊച്ചിയിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെന്റ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന പർച്ചേസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജ് ലിമിറ്റ് 23 വയസ്സിൽ 35 വയസ്സിലുള്ള ഏജ് ലിമിറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പർച്ചേസ് എക്സിക്യൂട്ടീവിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യപ്പെട്ടില്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പർച്ചേസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് മാത്രം ശ്രദ്ധിക്കുക. 23 വയസ്സ് മുതൽ 35 വയസ്സുള്ള ആളുകൾക്ക് വരുന്ന പർച്ചേസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തൊരു പോസ്റ്റ് HR എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഒരു വാക്കൻസിയാണ് നിലവിലുള്ളത്. കൊച്ചിയിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റെലവൻറ്റ് ഡിസിപ്ലിൻ അതല്ലെങ്കിൽ MBA വിത്ത് HR പാസ്സായ ആളുകൾക്കാണെങ്കിലും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ PGയോ അല്ലെങ്കിൽ MBA HR വിഷയമായി എടുത്ത് MBA പഠിച്ച ആളുകൾക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇതിൽ പറയുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ഈ പറയുന്ന HR എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഈ ഒരു അപ്ലൈ എന്ന ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. HR ഫീൽഡിൽ ഹ്യൂമൻ റിസോഴ്സ് ഫീൽഡിൽ ഈ പറയുന്ന 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു ഇൻഡസ്ട്രി നിങ്ങൾ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ FMCGയിലോ NBFCയിലോ അല്ലെങ്കിൽ ബാങ്കിങ് ഫീൽഡിലോ ആയിരിക്കണം നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി വേണ്ട കൂടുതൽ ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയത് അതായത് ഗുഡ് വർക്കിംഗ് നോളജ് ഇൻ HR പ്രാക്ടീസ്, മാൻ പവർ മാനേജ്മെന്റ്, നോളജ് ഓൺ HR സ്റ്റാറ്റ്യൂട്ടറി ലോസ്, capability to lead a 250 members a team, should have experience with the complex HR issue ഹാൻഡിങ് കപ്പാസിറ്റി എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 23 വയസ്സ് മുതൽ 30 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇതാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് HR ഫീൽഡിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ MBA വിത്ത് HR അല്ലെങ്കിൽ PG ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കും. ഒരു വേക്കൻസി ആണുള്ളത്. കൊച്ചിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അടുത്ത സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 3 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 ഇയർ റെഗുലർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഓർ MSc ഓർ BTech. അപ്പോൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ MScയോ BTechോ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 3 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇത് ലൊക്കേഷൻ കൊച്ചിയിലല്ല, ഇത് കോഴിക്കോട്ടേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോസ്റ്റിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതെല്ലാമാണ്. ഇനി അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് PHP വിത്ത് കോഡ് ഇഗ്നിറ്റർ ഫ്രെയിംവർക്ക് എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 25 വയസ്സ് മുതൽ 35 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതാണ് ഏജ് ലിമിറ്റും കാര്യങ്ങളും മറ്റുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കോഴിക്കോട്ടേക്കായിരിക്കും നിയമനം ലഭിക്കുക. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. അടുത്തൊരു പോസ്റ്റ് ഇവാലുവേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 5 ഒഴിവുകളാണ് നിലവിലുള്ളത്. എവിടേക്കാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടില്ല. ക്വാളിഫിക്കേഷൻ മാത്രമാണ് തുടക്കത്തിൽ നൽകിയിട്ടുള്ളത്.
ഡിപ്ലോമ ഓർ ബിടെക് ഇൻ ഓട്ടോമൊബൈൽ ഫീൽഡ്. ഇതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായി ഒരു ഇവാലുവേറ്റർ പോസ്റ്റിന് വേണ്ടി അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഡിപ്ലോമ ഓർ ബിടെക് ഇൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഡിപ്ലോമയോ ബിടെക് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ഇവാലുവേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഈ ഒരു അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യപ്പെട്ടില്ല. 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഇവാലുവേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഇവാലുവേറ്റർ പോസ്റ്റിനും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക് ഓട്ടോമൊബൈൽ ഫീൽഡിൽ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഈ പറയുന്ന ഇവാലുവേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു പോസ്റ്റ് ടെലികോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് 5 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇത് കൊച്ചിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിഗ്രിയോ ITIയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് പറയുന്ന ടെലികോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഒരു അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ കഴിയും. 1 വർഷം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു ടെലികോൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ ജോലി ടെലികോളിംഗ് തന്നെയായിരിക്കും. മാത്രമല്ല യൂസർ കാർസ്, ന്യൂ വെഹിക്കിൾ, ഓട്ടോമൊബൈൽ, ഓട്ടോ സർവീസ് തുടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നല്ല നോളജും ഉണ്ടായിരിക്കണം. അപ്പോൾ ഏജ് ലിമിറ്റ് 22 വയസ്സ് മുതൽ 30 വയസ്സുള്ള ആളുകൾക്ക് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പക്ഷേ 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഈ ഭാഗത്ത് കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ എന്തൊക്കെയാണ് ജോബ് എന്നുള്ള കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതായത് ഫംഗ്ഷണൽ കോമ്പറ്റൻസീസ് ഫണ്ട് നമ്മൾ നൽകേണ്ട കോൾ എക്സിക്യൂട്ടീവ് വേണ്ടത്. അതായത് എക്സ്പീരിയൻസ് ഇൻ ടെലികോളിംഗ്, പിന്നെ ന്യൂർ യൂസർ കോൾ ഡീലർഷിപ്പ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ ഓട്ടോമൊബൈൽ സർവീസ് ഇൻഡസ്ട്രി, ബേസിക് കമ്പ്യൂട്ടർ നോളജ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഹാൻഡിൽസ് കസ്റ്റമേഴ്സ് ആൻഡ് സോഫ്റ്റ് സ്പോക്കൺ റിക്വയർമെന്റ്സ്, ടെക്നിക്കൽ നോളജ് ഓഫ് കാർസ്, പ്രൊഡക്റ്റ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഓഫ് കാർസ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്വാളിഫിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇവിടെ വന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്യൂമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെലികോൾ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസും ഒഴിവുകളും ഇത്തരത്തിലൊക്കെയാണ് ഇവിടെ നൽകിയിരുന്നത്. അത്തരത്തിൽ കസ്റ്റമേഴ്സ് ആയിട്ട് നന്നായിട്ട് സംസാരിക്കാനും ഹാൻഡിൽ ചെയ്യാനും അറിയണമെന്നൊരു കാര്യമാണ് നൽകിയത്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ നിങ്ങളുടെ റെസ്യൂമിൽ ആ കാര്യങ്ങൾ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഈ പറയുന്ന മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന മേഖലയിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ആ റെസ്യൂമിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റെസ്യൂം അപ്ലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു പോസ്റ്റ് നൽകിയിരിക്കുന്ന ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 2 ഒഴിവുകളാണുള്ളത്. മിനിമം 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിലേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കും. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 ഒഴിവുകളാണുള്ളത്. കൊച്ചിയിലേക്കാണ് നിയമനം. ഈ ഒരു അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 30 വയസ്സ് മുതൽ 40 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 30 വയസ്സ് മുതൽ 40 വയസ്സുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഹൗസ് കീപ്പിംഗിൽ ഉണ്ടായിരിക്കണം എന്നും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് വാഷിംഗ് ബോയ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഒരു വാക്കൻസിയാണ് നിലവിലുള്ളത്. ഇതിനും വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കും എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. കൊച്ചിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ വാഷിംഗ് ബോയ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഒരു അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം 1 വർഷത്തെ എക്സ്പീരിയൻസ് വെഹിക്കിൾ സർവീസിൽ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന വാഷിംഗ് ബോയ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. മാത്രമല്ല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് അപ്പോൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വെഹിക്കിൾ സർവീസിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വാഷിംഗ് ബോയ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 21 വയസ്സ് മുതൽ 30 വയസ്സിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് വാഷിംഗ് ബോയ് പോസ്റ്റിന് വേണ്ട നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകുന്ന ഒരു വാക്കൻസിയാണുള്ളത്. അടുത്ത കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഒരു വാക്കൻസിയാണ് നിലവിലുള്ളത്. ഈ ഒരു പോസ്റ്റിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അതായത് ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. കൊച്ചിയിലേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് മാത്രമാണ് നൽകുന്നത്. അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിംഗ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് നൽകിയിട്ടുണ്ട്. 22 വയസ്സ് മുതൽ 30 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ പറയുന്ന മേഖലയിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനുകളാണ് ഈ ഒരു കരിയർ പേജിൽ അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒഴിവുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. ഏകദേശം 15ഓളം പോസ്റ്റുകളിലേക്കാണ് നിലവിൽ അവർ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു കരിയർ പേജിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക്, ഈ ഒരു കരിയർ പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് അവിടെ ഒന്നും ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അതിനുശേഷം നിങ്ങളിവിടെ ഓരോ പോസ്റ്റും വായിച്ച് നോക്കുക. ഈ ഒരു അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജിലേക്ക്, അതായത് ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും വരിക. അതായത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്ന ആ ഒരു പോസ്റ്റിന് നേരെയുള്ള അപ്ലൈ എന്ന ഈ ഒരു ബട്ടണിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് അവിടെ നൽകും. നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ആവശ്യപ്പെടും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് 2 തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന
പേജിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പേരും ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും റെസ്യൂമോ അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന തരത്തിലാണ് എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അത്തരത്തിൽ 15 പോസ്റ്റുകളിലേക്കായി ഏകദേശം 37ഓളം വേക്കൻസികളാണ് നിലവിലുള്ളത്. അപ്പോൾ കൊച്ചിയിലും കോഴിക്കോടുമായിട്ടായിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ പോസ്റ്റും കൊച്ചിയിലേക്ക് തന്നെയാണ് അവർ നിയമനം നടത്തുവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസും ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റുകളുമുണ്ട്. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി കാണുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ചെല്ലുക. ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ, ഈ ഒരു കരിയർ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള നിങ്ങളുടെ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രമുഖ പ്രീ ഔണ്ട് ലക്ഷറി കാർ ഡീലറാണ് റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ ഡിഗ്രി, PG, അതുപോലെ ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. ITI യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ, അതായത് ഈ ഒരു പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ എന്തായാലും സൗത്ത് ഇന്ത്യയിൽ തന്നെ മികച്ചൊരു പ്രീ ഔണ്ട് ലക്ഷറി കാർ ഡീലറാണ് റോയൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ആളുകളും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.